കോൺഗ്രസിനകത്ത് UDF-നകത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും സാധ്യത വിജയിക്കാൻ ഉണ്ടെങ്കിൽ ആ വിജയത്തിന് ശേഷം വരാൻ പോകുന്ന അങ്ങേയറ്റം കലുഷമായൊരു അന്തരീക്ഷത്തിലേക്കുള്ള സൂചനയാണ് ഇത്. NSSൻ്റെ ഒരു മനോഹിതം ഇതാണ് എന്നതുകൂടി PJ കുര്യനിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുകയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. ഏതായാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സുധാകരൻ പറയുന്നുണ്ട് എങ്കിൽ സുധാകരൻ്റെതായ ന്യായങ്ങളുമുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിലും കരുതാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിൻ്റെ ഏറ്റവും വലിയ ചൂടിലേക്ക് നടന്നു കയറുമ്പോൾ UDF-ൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾ വീണ്ടും ഉടലെടുക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കളൊക്കെ കോൺഗ്രസിനൊരു രീതിയുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം MLA-മാരുടെ അഭിപ്രായം അറിഞ്ഞ് ഹൈക്കമാൻഡാണ് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക, ആരാണ് നിയമസഭാ കക്ഷിയുടെ നേതാവാകുക എന്നുള്ളത് തീരുമാനിക്കുക എന്നാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കളൊക്കെ പൊതുവിൽ പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റിന് ശ്രമിക്കുകയും അത് ഹൈക്കമാൻഡ് അനുവദിക്കാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുയർത്തി എന്ന് വാർത്തകളിൽ നിറയുകയും ചെയ്തതിന് ശേഷം ഞാൻ പാർട്ടിക്ക് വിധേയനാണ് എന്ന് പറഞ്ഞ് മടങ്ങി കണ്ണൂരിൽ വന്ന അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ എന്ന് അഭിപ്രായപ്പെടുന്നു. അതിൻ്റെ തൊട്ടുപിറകെ മറ്റൊരു മുതിർന്ന നേതാവ് PJ കുര്യൻ UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി എന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്നു. അങ്ങനെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള തർക്കം അല്ലെങ്കിൽ ചർച്ചകൾ വീണ്ടും ഉടലെടുക്കുകയാണ്. ടീം UDF എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മുദ്രാവാക്യം, അങ്ങനെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, നേതൃതലത്തിൽ യാതൊരു ഭിന്നതയുമില്ല എന്ന അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ അതിനെ മുതിർന്ന നേതാക്കൾ തന്നെ ചോദ്യം ചെയ്യുകയാണോ? ആരാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചർച്ച വീണ്ടും ഉയർന്നു വരികയാണോ? ബഷീർ, എന്താ തോന്നുന്നു? ഈ രണ്ട് നേതാക്കൾ വളരെ അനവസരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും അനവസരത്തിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ഈ രണ്ടു പേരുടെയും ഒരു സവിശേഷത, അവർ ഈ നിലവിലുള്ള സംവിധാനങ്ങളെ അപ്സെറ്റാക്കണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. നിലവിലുള്ള അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു സംവിധാനത്തോട് നല്ല തോതിൽ വിയോജിപ്പുള്ള ആളുകളാണ് PJ കുര്യനും സുധാകരനും. സുധാകരൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയാകാനും മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കാനും ഉള്ള ആഗ്രഹങ്ങൾ വലിയ ശ്രമങ്ങൾക്ക് ശേഷം ഉപേക്ഷിക്കേണ്ടി വന്നു. പാർട്ടി വിട്ടുപോകും തുടങ്ങിയ ഭീഷണികൾ അവസാന നിമിഷത്തിൽ അതിന് ഹൈക്കമാൻഡ് മുഖം കൊടുക്കാതിരുന്നപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അതിനുശേഷം ഒരു ഘട്ടത്തിൽ പിണറായി 3.0 വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാധ്യതയുണ്ട് എന്ന മട്ടിൽ മറുപടി പറഞ്ഞു. പിന്നീട് അത് തിരുത്തി. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. PJ കുര്യൻ്റെ കാര്യത്തിലും നിലവിലുള്ള സംവിധാനത്തോടെ ഒട്ടും തൃപ്തനല്ല. പക്ഷേ ഈ നേതാക്കൾ ഇത് അപ്രസക്തമാണ് എന്ന് വേണമെങ്കിൽ കരുതാമെങ്കിലും കോൺഗ്രസിനകത്ത് UDF-നകത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും സാധ്യത വിജയിക്കാൻ ഉണ്ടെങ്കിൽ ആ വിജയത്തിന് ശേഷം വരാൻ പോകുന്ന അങ്ങേയറ്റം കലുഷമായൊരു അന്തരീക്ഷത്തിലേക്കുള്ള സൂചനയാണ് ഇത്. കോൺഗ്രസിൽ ഒരു നേതാവിനെ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏറെക്കുറെ സത്യമാണ് എന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ വിജയിച്ചാൽ ഇന്നയാളാകും മുഖ്യമന്ത്രി എന്നൊരു ധാരണ പൊതുവെ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാകാറുണ്ട്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളുകൾക്കിടയിൽ ഒരു ധാരണ ഹൈക്കമാൻഡ് ഇടപെട്ട് ഉണ്ടാക്കാറുണ്ട്. ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് രമേശ് ചെന്നിത്തലയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, രാഹുൽ ഗാന്ധി ഞങ്ങളെ 3 പേരെയും വിളിച്ചിരുത്തി സംസാരിച്ചിരുന്നു. 3 പേർ എന്ന് പറയുന്ന ഒരു പക്ഷേ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയുമാകാം. വിജയിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരായിരിക്കും നായകൻ എന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും എന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തു നിന്ന് വ്യത്യസ്തമായുള്ള ഒരു സാഹചര്യം, കോൺഗ്രസിൻ്റെ പല പല സംസ്ഥാന ഘടകങ്ങൾ, പല പല മുഖ്യമന്ത്രിമാർ എന്നൊക്കെയുള്ളൊരു ഭൂതകാലമുള്ളത് കൊണ്ട് ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ ഫീൽ എന്താണ് എന്നതുകൂടി കോൺഗ്രസ് എല്ലാ കാലത്തും പരിഗണിക്കാറുണ്ട്. ഹൈക്കമാൻഡിനൊരു തീരുമാനമുണ്ടാകും. പല ഘട്ടങ്ങളിലും ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ ഇമ്പോസ് ചെയ്യുക. എങ്കിൽ കൂടി
പാർലമെൻ്ററി പാർട്ടിയിലുള്ള ഫീല് കൂടി പരിഗണിച്ചാണ് കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. CPIM-നെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വമാണ് യഥാർത്ഥത്തിൽ പോളിറ്റ് ബ്യൂറോയിലാണ് അതിൻ്റെ അന്തിമമായ തീരുമാനം. ഒരു സംസ്ഥാനത്ത് ഭരണം കിട്ടുമെന്ന് ഉറപ്പായാൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നൊരു തീരുമാനമെടുത്ത് താഴേക്ക് കൊടുക്കുകയാണ് ചെയ്യുക, അതിന് അംഗീകാരം വാങ്ങുകയാണ് ചെയ്യുക. എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ഭൂരിപക്ഷത്തിൻ്റെ ഒരു ഇംഗിതം കൂടി പരിഗണിക്കാറുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിൽ നമ്മൾ കണ്ട കോലാഹലങ്ങളുടെ ഒരു അടിസ്ഥാന സംഗതി എന്ന് പറയുന്നത്, തങ്ങൾക്കൊപ്പം മുന്നണി വിജയിച്ചാൽ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ തനിക്കൊപ്പം നിൽക്കും എന്ന് ഉറപ്പുള്ള ആളുകളെ സൃഷ്ടിക്കാൻ 3 നേതാക്കളും അക്കാര്യത്തിൽ വലിയ തോതിലുള്ള 3-3-ലധികം പേർ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ സുധാകരൻ പോലും അദ്ദേഹത്തിൻ്റെതായ ചില ആളുകളെങ്കിലും നിയമസഭയിൽ ഉണ്ടാകണം എന്ന മട്ടിൽ സീറ്റ് വിഭജന കാലത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ ഈ രംഗത്തെവിടെയും കേരളത്തിൽ ഇല്ല എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിലും മണ്ഡല വിഭജന ഘടകകക്ഷികൾക്കിടയിലെ വിഭജന കാര്യങ്ങളിലുമെല്ലാം KC വേണുഗോപാലിൻ്റെ വാക്കുകൾക്ക് കുറെ കൂടി പ്രാമുഖ്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും പണവും കേന്ദ്രത്തിൻ്റെ പിന്തുണയും മറ്റും കൈകാര്യം ചെയ്യുന്നത് KC ആയതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നിർണ്ണയിക്കുന്നതിൽ അദ്ദേഹത്തിന് കുറെ കൂടി മേൽക്കൈ വന്നിട്ടുണ്ട് എന്നാണ് സ്ഥാനാർത്ഥി നിർണയ പട്ടിക പൂർത്തിയായതിനു ശേഷമുള്ള യഥാർത്ഥ ചിത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേണുഗോപാൽ അവിടെയുണ്ട്, സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന മട്ടിൽ അവിടെയുണ്ട്, രമേശ് ചെന്നിത്തല ഏറെക്കാലമായി നിരാശനായി നിൽക്കുന്ന ഒരു CM മെറ്റീരിയൽ എന്ന മട്ടിൽ അദ്ദേഹവും അവിടെയുണ്ട്. ആദ്യം നമുക്ക് കെ സുധാകരൻ്റെ കാര്യം എടുക്കാം. കെ സുധാകരനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം, അദ്ദേഹത്തിൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഉള്ള മാറ്റം, ഇതിന് രണ്ടിലും വളരെ കീ റോൾ വഹിച്ച നേതാക്കൾ എന്ന് പറയുന്നത് VD സതീശനും KC വേണുഗോപാലുമാണ് എന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ട്. ശരിയായോ തെറ്റായോ ധരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫീലിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ കെ സുധാകരൻ ഈ 2 പേരുകളെ മാറ്റി നിർത്തി രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് യോഗ്യൻ എന്ന് അഭിപ്രായപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അങ്ങനെ സുധാകരൻ പറയുന്നുണ്ട് എങ്കിൽ സുധാകരൻ്റെതായ ന്യായങ്ങളുമുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിലും കരുതാം. പക്ഷേ ഇതിപ്പോൾ പരസ്യമായി പറയുന്നത് പാർട്ടിക്കുള്ളിൽ ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു ഇഴയടുപ്പമോ അല്ലെങ്കിൽ അവർ സൃഷ്ടിച്ചെടുത്ത നമ്മൾ ഒരുമിച്ച് ഒരു നേതൃനിര ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ഒരു സൃഷ്ടിച്ചെടുത്ത ഐക്യമുണ്ടല്ലോ, ആ ഐക്യത്തിലും ഒരു വിള്ളലുണ്ടാക്കുക എന്നുള്ളതല്ലേ സുധാകരൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക? അതല്ലേ യഥാർത്ഥത്തിൽ സുധാകരൻ്റെ പ്രസ്താവന കൊണ്ട് സംഭവിക്കുക? കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ലേ സംഭവിക്കാൻ? അതാണ് പ്രധാനമായും സംഭവിക്കുക. അത് മാത്രമല്ല, പക്ഷേ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ നമ്മളുമായുള്ള അഭിമുഖത്തിൽ നമ്മളത് സ്പെസിഫിക്കായി ചോദിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയെ 2011 പകുതി ടേം മുഖ്യമന്ത്രിയാക്കാം എന്നൊരു ധാരണ യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത്. അക്കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ദീർഘനിശ്വാസം വലിച്ച് അക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കാര്യം ഞാനന്ന് 2.5 വർഷം മുഖ്യമന്ത്രിയാകാതിരുന്നല്ലോ, അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന മട്ടിൽ അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിപ്പോവുകയാണ് ചെയ്തത്. അത് 2011 കാര്യം. 2.5 വർഷം, അവസാനത്തെ 2.5 വർഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാമെന്ന ധാരണ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. അത് പാലിക്കപ്പെട്ടില്ല എന്ന ഒരു നിരാശ അദ്ദേഹത്തിനുണ്ട്. 2026 ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാം, ആദ്യം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാം എന്നൊരു ധാരണ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്നും അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ പറയുന്നുണ്ട്. ആദ്യ ടേമിലെങ്കിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കും, അതല്ലെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തും സതീശനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും നിർത്തും എന്നൊരു ധാരണയാണ് ഉണ്ടായിരുന്നത് എന്ന്. ഇതും അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള ആളുകൾ പറയുന്ന കാര്യമാണ്. ഇതോടൊപ്പം ഈ നേതൃനിരയിലെ ഒരു സീനിയോറിറ്റി നമ്മൾ എടുത്താൽ രമേശ് ചെന്നിത്തലക്ക് അതിലൊരു ലെജിറ്റിമസി ഉണ്ട്. രമേശ് ചെന്നിത്തല വളരെ സീനിയോറിറ്റി, ഈ കണ്ട നേതാക്കളെ അപേക്ഷിച്ച് വലിയ സീനിയറായിട്ടുള്ള നേതാവാണ്. അദ്ദേഹമാണ് പാർട്ടി പദവികളിലും അദ്ദേഹമായിരുന്നു. KCന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു,
കേസിൻ്റെ അല്ല NS അല്ലാതെയുള്ള പാർലമെന്ററി അല്ലാത്ത സ്ഥാനങ്ങളിലും അതെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാമുഖ്യമുണ്ട്. അതോടൊപ്പം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ച കാലത്ത് അദ്ദേഹം പല പല സംസ്ഥാനങ്ങളിൽ പാർട്ടി ചുമതലയിൽ പോയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ പോയിട്ടുണ്ട്, ആന്ധ്രയിൽ പോയിട്ടുണ്ട്. അങ്ങനെ പല പല സംസ്ഥാനങ്ങളിൽ അതിൽ പല മുഖ്യമന്ത്രിമാരെയും കർണാടകയിൽ പോയിട്ടുണ്ട്. SM കൃഷ്ണ, YSR റെഡ്ഡി, അതുപോലെ ശിവരാജ് പാട്ടീൽ തുടങ്ങിയ പല ചവാൻ ഇത്തരത്തിലുള്ള പല നേതാക്കന്മാരെയും മുഖ്യമന്ത്രി സ്ഥാനത്ത് അനോയിൻ്റ് ചെയ്യുന്നതിന് പങ്കുവഹിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ അദ്ദേഹത്തിന് പാർട്ടി ചുമതലയിൽ ഇരിക്കെ അദ്ദേഹം ഒരുപാട് മുഖ്യമന്ത്രിമാരെ ക്രിയേറ്റ് ചെയ്ത ആളാണ് എന്ന തോന്നലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗതി ആ തരത്തിൽ വന്നു ഭവിച്ചില്ല. അദ്ദേഹത്തിന് കേരളത്തിൽ കിട്ടേണ്ടിയിരുന്ന മുഖ്യമന്ത്രി പദം കിട്ടിയില്ല എന്ന ഒരു ചിന്തയിലാണ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ഉള്ളത്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ അറിവോടുകൂടി തന്നെയുള്ള ഒരു എക്സ്പ്രഷൻ ആവാം ഈ കാണുന്നത് എന്ന് വേണം പറയാൻ. KC വേണുഗോപാലും സതീശനും ചേർന്നാണ് സുധാകരനെ തഴഞ്ഞിട്ടതെങ്കിൽ അതിനോടുള്ളൊരു പ്രതിഷേധം വരുന്നത് ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ അറിവോടുകൂടി തന്നെയാകാം. ഏതായാലും സുധാകരൻ്റെ ഈ മീഡിയ വഴി കഴിഞ്ഞ ആഴ്ച അദ്ദേഹം കാട്ടിയ നാടകീയമായ ഒരു റിവോൾട്ട് ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ മീഡിയ വഴി ആ ഗ്രൂപ്പിൽ നിന്ന്, ആ ക്യാമ്പിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത, സ്റ്റേജ് മാനേജ് ചെയ്തെടുത്ത ഒരു റിവോൾട്ടായിരുന്നു. ആ റിവോൾട്ടിന് പിന്നിൽ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് ചെറിയൊരു പങ്കുണ്ട് എന്നാണ് കോൺഗ്രസിനകത്തെ അടക്കം പറച്ചിൽ. അതുകൊണ്ട് ഇത് ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി രണ്ട് മധ്യനിരയിലുള്ള നേതാക്കൾ ഉണ്ടാക്കുന്ന ഒരു കശപിശയായി മാത്രം കണ്ടാൽ പോരാ. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ രമേശ് മുന്നോട്ടാഞ്ഞു നിൽക്കുന്നതിൻ്റെ ലക്ഷണമായി കൂടി കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ PJ കുര്യൻ്റെ കാര്യത്തിൽ രണ്ട് സവിശേഷ കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, PJ കുര്യൻ്റെ ഇംഗിതത്തിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികൾ പത്തനംതിട്ട ജില്ലയിലും അതിൻ്റെ സമീപ പ്രദേശത്തുള്ള മണ്ഡലങ്ങളിലും വേണം എന്ന താല്പര്യം PJ കുര്യനുണ്ട്. അതില്ലാതിരിക്കെ അത്തരം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ PJ കുര്യൻ പിന്നാക്കം നിന്നതിൻ്റെ കഥകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നോ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നോ മുൻകാലത്ത് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇത്തവണ എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. PJ കുര്യൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളാണോ വന്നിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, അതിൽ അദ്ദേഹത്തിന് വിയോജിപ്പ് ഒരുപക്ഷെ VD സതീശനോടും KC വേണുഗോപാലിനോടും ഉണ്ടാകാം. രണ്ടാമത്തെ കാര്യം, PJ കുര്യനും NSS ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന G സുകുമാരൻ നായരുമായിട്ടുള്ള അടുത്ത ബന്ധമാണ്. PJ കുര്യൻ അലിഗേറ്റ് ചെയ്യപ്പെട്ട ഒരു കേസിൽ, സൂര്യനെല്ലി പെൺവാണിഭ കേസിൽ NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന G സുകുമാരൻ നായരുടെ മൊഴിയാണ്, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന G സുകുമാരൻ നായരുടെ അലൈബി മൊഴിയാണ് PJ കുര്യനെ വലിയ രക്ഷിച്ചെടുത്തത്. അപ്പോൾ NSSൻ്റെ ഒരു മനോഹിതം ഇതാണ് എന്നതുകൂടി PJ കുര്യനിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുകയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വന്നതിന് പിന്നിൽ NSSൻ്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം 2011-2016 കാലത്തെ മന്ത്രിസഭയുടെ കാര്യത്തിൽ നേരത്തെ മുതൽ കേട്ടിരുന്നതാണ്. അപ്പോൾ ഒന്ന്, PJ കുര്യൻ കോൺഗ്രസിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിലുള്ള താല്പര്യം വെച്ച് സംസാരിക്കുന്നു, മറ്റൊന്ന് NSSൻ്റെ താല്പര്യം വെച്ച് സംസാരിക്കുന്നു. സതീശനോടുള്ള വിപ്രതിപത്തി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് മുമ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ആ ഘട്ടത്തിൽ നേരിട്ട് എക്സ്പ്രസ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിന് എല്ലാ സാധ്യതയുമുണ്ട്. NSSൻ്റെ കൂടി ഒരു കൈത്താങ്ങ് രമേശ് ചെന്നിത്തലക്കുണ്ടാകും എന്ന ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ കൂടിയാണ്. പക്ഷേ ഇത് രമേശ് ചെന്നിത്തലയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഈ 3 പ്ലേയേഴ്സ് എന്തായാലും ഡെഫിനറ്റായിട്ടും ഉണ്ടാകും. അത് ഒന്ന്, ഇപ്പോൾ ഇതിനെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നയിക്കുന്ന VD സതീശനാണ്. മറ്റൊന്ന്, ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടതിൽ ഇപ്പോഴും നിരാശ കൊണ്ട് നിൽക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. മൂന്നാമതൊരാൾ കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നില്ലെങ്കിലും കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി വരിക എന്നതല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ഗതിയുമില്ല എന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ സവിശേഷ സാഹചര്യം കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന KC വേണുഗോപാലാണ്. KC വേണുഗോപാലിനാണ് പാർലമെൻ്ററി പാർട്ടിയിൽ ജയിച്ചു വരാൻ സാധ്യതയുള്ള MLA-മാരുടെ മേലെ കൂടുതൽ സ്വാധീനമെന്നാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അത് പറയുമ്പോൾ വേറൊരു കാര്യം, ഒരു 10 വർഷമായിട്ട് കോൺഗ്രസും UDFും അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നു. അധികാരത്തിലേക്ക് UDF തിരിച്ചു വരണമെങ്കിൽ കോൺഗ്രസ് അവരുടെ എക്സിസ്റ്റിംഗ് ആയ 22 സീറ്റിൽ നിന്ന് അല്ലെങ്കിൽ 25 സീറ്റിൽ നിന്ന് വലിയ തോതിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്.
അതിന് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന, നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ശ്രമമുണ്ട്. ഈ ശ്രമത്തെ നിരുത്സാഹപ്പെടുത്തുകയാണോ ഇത്തരം തർക്കങ്ങൾ ചെയ്യുക, അതോ ഈ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന നേതാക്കളെ ഇഗ്നോർ ചെയ്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇതല്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന മട്ടിൽ മുന്നോട്ട് പോവുകയാണോ ചെയ്യുക? എനിക്ക് എന്താ പറയുക, കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഒന്ന് idea. സംസ്ഥാനത്തെ കോൺഗ്രസിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പല മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം തീർത്തും ഇല്ലാതായിരിക്കുന്നു. അവിടെ പാർട്ടി തന്നെ ഇല്ല എന്ന അവസ്ഥ. പാർട്ടിയുടെ വോട്ട് ബാങ്ക് അവിടെ ഉണ്ടാകും, പക്ഷേ പാർട്ടിയെ ചലിപ്പിക്കാനുള്ള മെഷീനറി ഇല്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അത്തരം മണ്ഡലങ്ങളിൽ, അത്തരം പ്രദേശങ്ങളിൽ ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാവില്ല പാർട്ടി അണികളെ സംബന്ധിച്ച്. അവർ ഏതെങ്കിലും രീതിയിൽ വോട്ട് ചെയ്യേണ്ടവർ വോട്ട് ചെയ്യുമായിരിക്കും. എന്നാൽ പാർട്ടി സജീവമായുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്ന മേഖലകളിലെ മധ്യനിരയിലുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും വിധത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളായി നിൽക്കുകയാണ്. അക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള തർക്കങ്ങൾ, വടംവലികളൊന്നും ഇല്ല എന്ന് വേണം പറയാൻ. നമ്മൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ട 1-2 ദിവസത്തെ നാടകങ്ങൾ ഒഴിച്ചാൽ യഥാർത്ഥത്തിൽ പോഷക സംഘടനകളിൽ നിന്നോ KSU, യൂത്ത് കോൺഗ്രസ് പോലുള്ള സംഘടനകളിൽ നിന്നോ ഒന്നും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു കാരണം, ഏതെങ്കിലും രീതിയിൽ ഇത്തവണ അധികാരം കിട്ടുന്നില്ലെങ്കിൽ അധികാരത്തിനടുത്തേക്ക് ഇനി എത്തില്ല എന്നൊരു ധാരണ പൊതുവായി അടിത്തട്ടിലെ പാർട്ടി പ്രവർത്തകരിലും മധ്യനിരയിലെ നേതാക്കളിലും ഉണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം സ്പോയിലേഴ്സായി തന്നെയാണ് അവർ കണക്കാക്കുന്നത്. അവരിതിനെ ഗൗനിക്കുന്നുണ്ടാവില്ല. എന്നാൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന നേതാക്കളെ സംബന്ധിച്ച് അവരുടെ കാലം ഏറെക്കുറെ കഴിഞ്ഞതാണ്. അവരെ സംബന്ധിച്ച് ഇത്തവണ ഈ ഒരു ടേമിൽ എന്തെങ്കിലും കൈവന്നാലല്ലാതെ ഇതിനടുത്ത ടേമിലേക്ക് എന്നൊരു ഇടുവപ്പ് അവരെ സംബന്ധിച്ചില്ല. അത് ആ തരത്തിൽ പെടാത്ത യുവ നേതാക്കളെ സംബന്ധിച്ച് അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാവുക എന്നതാണ് പ്രധാനം. അവർ ഇത്തരം നീക്കങ്ങളെ സ്പോയിലേഴ്സ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇത് പറയുമ്പോൾ വളരെ ശക്തമായൊരു മത്സരം നടക്കുകയാണ്. UDFO, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. LDF ആകട്ടെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങളിൽ അദ്ദേഹം അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ 10 വർഷത്തെ ഭരണം തുടരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വാചാലനായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ആത്മവിശ്വാസം അവിടെയുണ്ട്. മറ്റു പല ഘടകങ്ങളും LDFന് അനുകൂലമായി അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. UDFനെ സംബന്ധിച്ച് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ബലത്തിൽ, അങ്ങനെ ഒരു വികാരം ഗ്രൗണ്ടിൽ അത്രത്തോളം ഉണ്ടെങ്കിൽ ആ ബലത്തിൽ ജയിച്ചു വരിക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള ഏക പോംവഴി. അങ്ങനെ ആയിരിക്കെ എന്തിനാണ് ഈ നേതാക്കൾ ഇപ്പോൾ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു അഭ്യൂഹം ഉയർത്തിക്കൊണ്ട് ഇപ്പം നിലവിലില്ലാത്ത ഒരു തർക്കത്തെ ഉണർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം? യഥാർത്ഥത്തിൽ ഞങ്ങൾക്കില്ല എങ്കിൽ, അതായത് ഞങ്ങൾ ഈ സീനിലില്ല എങ്കിൽ ഇവിടെ കോൺഗ്രസോ UDFോ അധികാരത്തിൽ വരേണ്ട എന്നൊരു തോന്നൽ ഒരുപക്ഷേ ഈ മുതിർന്ന നേതാക്കൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ആ തരത്തിലുള്ള മനോഗതിയുള്ള നേതാക്കൾ തന്നെയാണ് ഇവരും. അപ്പോൾ 10 വർഷത്തെ തുടർഭരണത്തിനിടയിൽ യഥാർത്ഥത്തിൽ LDFനകത്തും CPIMനകത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ CPIMൻ്റെ കൂടെ ഈ അടുത്ത കാലം വരെ നിന്നിരുന്ന അര ഡസൻ ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പാർട്ടി വിട്ടുവന്ന് മത്സരത്തിനിറങ്ങുന്നു. സുധാകരനെ പോലുള്ള ആളുകൾ പോലും മറുപക്ഷത്ത് മത്സര രംഗത്തുണ്ട്. എങ്കിലും ഇടതുപക്ഷത്ത് നമുക്ക് ഒരു ആത്മവിശ്വാസം കാണാം, അതല്ലെങ്കിൽ ഒരു അച്ചടക്കം കാണാം. ആത്മവിശ്വാസം എന്നതിനേക്കാൾ ഒരു അച്ചടക്കം കാണാം. ഒരു തരത്തിലും അവരുടെ ഒരു മെഷീനറിയെ ഇത് ബാധിച്ചിട്ടേയില്ല. അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തത് 3 ദിവസം തുടർച്ചയായിരുന്ന് 20ഓളം ഇൻ്റർവ്യൂസ് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് ദേശീയ മാധ്യമങ്ങൾക്കും സംസ്ഥാനത്തെ ടെലിവിഷൻ ചാനലുകൾക്കും പത്രങ്ങൾക്കുമൊക്കെയായി 20ലധികം അഭിമുഖങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും ദിവസങ്ങളിൽ അത്രയും മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് വന്ന് നിറയുന്നു. അതിനുശേഷം അദ്ദേഹം പ്രചാരണത്തിനിറങ്ങുന്നു. ഓരോ ദിവസവും മാധ്യമങ്ങളുടെ അജണ്ട തീരുമാനിക്കുന്ന വിധത്തിൽ അതിനിടയിൽ ചില പെശകുകളും സംഭവിക്കുന്നു. പക്ഷേ UDFൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു കോൺക്രീറ്റായ, ഓർഗനൈസ്ഡായ, ഓർക്കസ്ട്രേറ്റഡായ ഒരു എഫർട്ട് നമുക്ക് കാണാനേ ഇല്ല. ഒറ്റപ്പെട്ട ശ്രമങ്ങൾ പോലും കാണാനില്ല. UDFൽ നിന്ന് വിസിബിളായി വരുന്നത് ആകെ ഇത്തരത്തിലുള്ള
പൊട്ടിത്തെറികൾ മാത്രമാണ് എന്ന അവസ്ഥ വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ 10 വർഷം നീണ്ടുനിന്ന ഒരു ഭരണത്തെ താഴെ ഇറക്കി അധികാരം തിരിച്ചു പിടിക്കുക എന്ന സിംഗിൾ അജണ്ടയിലാണ് UDF നിൽക്കുന്നതെങ്കിൽ അക്കാര്യം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമങ്ങൾ ഉണ്ടാകണ്ടേ, ഉദ്യമങ്ങൾ ഉണ്ടാവണ്ടേ. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ശ്രമവും UDFൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അജണ്ട നിർണ്ണയിക്കുന്നതിൽ, മാധ്യമങ്ങളുടെ നെറേറ്റീവ് തീരുമാനിക്കുന്നതിൽ UDFന് എത്രയോ മുന്നേ അവരുടെ മേൽക്കൈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിജയിച്ചു വന്നാലുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന വിധത്തിലുള്ള കമൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വെക്കാൻ പോകുന്ന വാഴ നിങ്ങൾ വാങ്ങാൻ പോകുന്ന പശു തിന്നു എന്നുള്ള മറ്റുള്ള തർക്കമാണ് ഇപ്പോൾ സുധാകരനും PJ കുര്യനും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതൊരു പക്ഷേ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ മൊറലിനെ ഒരു ചെറിയ തോതിലെങ്കിലും ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിൻ്റെ UDFൻ്റെ പൊതുവായി തന്നെ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ചും അവർ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾ എന്തെങ്കിലും പറയുന്നത് കൊണ്ട് മൊറയിൽ പോകുന്ന ആളുകളോ അങ്ങനെയല്ലല്ലോ. അതൊരു ഓരോ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന ഓരോ മോബാണല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തെ മണ്ഡലത്തിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതൊന്നും നോക്കിയല്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസിനും UDFനും, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി വഴി UDFന് കിട്ടുന്ന വോട്ട് എന്നത് ആ വോട്ട് എല്ലാ കാലത്തും അവിടെ ഉള്ള വോട്ടാണ്. അത് ഒരു ഇടതുപക്ഷ വിരുദ്ധ CPIM വിരുദ്ധ വോട്ടായി അന്തരീക്ഷത്തിലുള്ള വോട്ടാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ കസ്റ്റോഡിയൻസ് പോലുമല്ല കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഒരു ഗുണഭോക്താവ് മാത്രമാണ്. കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധമായ വോട്ട് ബാങ്കിൻ്റെ ഗുണഭോക്താക്കൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു സംഘടനാ പ്രവർത്തനം നടത്തി, ഒരു ജനകീയമായ മൊബിലൈസേഷൻ നടത്തി, ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊണ്ടുവന്ന് വോട്ടുണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ആ വോട്ട് അവിടെ ഉണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവർ ആ വോട്ടിനെ ഉപയോഗപ്പെടുത്തുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു വിമത നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തെറ്റായ പ്രതികരണങ്ങളൊന്നും UDFൻ്റെ വോട്ടിനെ ബാധിക്കുക എന്ന പശ്ചാത്തലമുണ്ട്. UDF സ്വമേധയാ തോൽക്കാം, സ്വന്തം നിലയിൽ തോൽക്കാം. പക്ഷേ അത് നേതാക്കൾ ഉണ്ടാക്കുന്ന കമൻറ്റിൻ്റെ പുറത്തൊന്നും UDFന് അത്തരത്തിലുള്ള അന്തഛിദ്രങ്ങളൊന്നും UDFനെ ബാധിക്കില്ല. കാരണം UDFൻ്റേത് ഒരു യുണീക്ക് വോട്ടല്ല, അന്തരീക്ഷത്തിലുള്ള മറ്റൊരു ചങ്ക് ഓഫ് വോട്ടിൻ്റെ ഉപയോക്താക്കൾ പറഞ്ഞ ഈ അന്തരീക്ഷത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ ഊന്നിയുള്ള ഒരു വോട്ട് അത് UDFിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞൊരു പ്രക്രിയ, അതാണ് ഇപ്പോൾ 2001 അല്ലെങ്കിൽ 2011 ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും UDF അധികാരത്തിൽ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് തന്നെയാണ്. ഇപ്പോൾ UDFിൽ അധികാരത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നിശ്ചയമില്ലാത്ത ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ളൊരു തർക്കം ഉയർത്തിവിടുമ്പോൾ ഈ പറയുന്ന വിരുദ്ധ വോട്ടുകൾ ഇവരധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊരു ചിന്തയിലേക്ക് മാറാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെയാണോ ഈ തർക്കമാണോ ഇനി മുമ്പോട്ട് പോവുക എന്നുള്ളൊരു തോന്നലൊക്കെ ജനങ്ങളിലേക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അനവസരത്തിലുള്ള ഈ തർക്കങ്ങളിലേക്ക് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, മുൻ KPCC പ്രസിഡന്റ്, പല കുറി MP ആയ, രാജ്യസഭയുടെ ഉപാധ്യക്ഷനൊക്കെ ആയ മുതിർന്ന നേതാവായ PJ കുര്യനെ പോലെയുള്ള ആളുകളൊക്കെ ഈ തർക്കം ഇപ്പോൾ ഉയർത്തിവിടാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിനെയും UDFിനെയും സഹായിക്കുകയാണോ ചെയ്യുക, അതോ അവരുടെ ഇപ്പോഴുള്ള ആവേശത്തെ കെടുത്തുകയാണോ ചെയ്യുക എന്നുള്ളത് നമുക്ക് വരുന്ന ആളുകളിൽ അറിയാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.